കേരളപ്പിറവി എന്താണെന്ന് അറിയാമോ? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ ആരാണ്? വി വി രാജേഷ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണെന്ന് പറയുന്നത്? ഔദ്യോഗിക ഫലം എന്ന് പറഞ്ഞാൽ ചക്കയാണ്. ചക്കയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഔദ്യോഗിക പക്ഷി എന്ന് പറഞ്ഞാൽ ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആനയാണ്. ആനയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. തെങ്ങ് കൽപ്പവൃക്ഷം. തെങ്ങ്. കേരളത്തിലെ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ സംസ്ഥാന നദി ഏതാണെന്ന് അറിയാമോ? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ്. അതുപോലെ കേരളത്തിൻ്റെ ഭാരതപ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ ഭാഷ ഏതാണ്? മലയാളമാണ്. കേരളത്തിലെ സംസ്ഥാന നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിലെ സംസ്ഥാന ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം ഏതാണ്? കൈതച്ചക്കയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന ഭാഷാ പ്രതിജ്ഞ എഴുതിയതാരാണെന്ന് അറിയാമോ? MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഔദ്യോഗിക ഫലമാണ് ചക്ക. ക്യാൻസറിനെ പോലും തടയുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചക്ക കഴിക്കുന്നതിലൂടെ ക്യാൻസർ തടയുന്നു പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്.